അപ്പം ഓരോരുത്തരായിട്ട് ഗുരുജിയുടെ മുമ്പിൽ പോയിരുന്നു. ഗുരുജി ഞങ്ങളുടെ കാതിലൊരു മന്ത്രം പറഞ്ഞു തന്നു. അപ്പം ഈ മന്ത്രം വേറെ ആർക്കും പറയരുത്, അത് തന്നെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്തു. മെഡിറ്റേഷൻ ചെയ്യാനൊരു സമയം അങ്ങനെയൊക്കെ അവർ കോളേജിൽ ഉണ്ടാക്കി തന്നത് തന്നെ ഒരു നല്ല തുടക്കം കുറിക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്കെന്തോ അത് സ്വാഭാവികമായിട്ടേ അങ്ങ് ചെയ്യാൻ തോന്നി. അപ്പോൾ അത് വളരെ ഞാൻ സന്തോഷമായിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ചെന്നൈയിൽ ടീച്ചറായിരുന്നപ്പം ആൽഫ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഗുരുജി വിജയലക്ഷ്മി പന്തയൻ, അവർ 6 ലെവലിൽ മെഡിറ്റേഷൻ ക്ലാസ് എടുത്തു. ഒരു മാസം സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസം ഒരു വലിയ ഹോട്ടലിൽ ഒരു ഹാള് ബുക്ക് ചെയ്ത് ഫീസൊക്കെ വാങ്ങിക്കും, ഫുഡും കാര്യങ്ങളൊക്കെ തരും. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ